കണ്ണൂർ കോർപ്പറേഷൻ ഭരണം UDF നിലനിർത്തിയത് തകർപ്പൻ ജയത്തോടെ. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ സീറ്റ് നേടിയാണ് UDFന്റെ മുന്നേറ്റം. എന്ത് ഇഞ്ചോടിഞ്ച് ആഞ്ഞടിച്ച തരംഗത്തിൽ UDFന് കണ്ണൂർ കോർപ്പറേഷനിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമാണ് നേടാനായത്. 56-ൽ 36 സീറ്റ് നേടിയാണ് UDF ഭരണം നിലനിർത്തിയത്. കോൺഗ്രസിന് 21 സീറ്റും മുസ്ലിം ലീഗിന് 15 സീറ്റും ലഭിച്ചു. കഴിഞ്ഞ തവണ 34 സീറ്റാണ് UDFന് ഉണ്ടായിരുന്നത്. BJP 4-ഉം SDPI 1 സീറ്റും നേടിയിട്ടും UDFന് 36 സീറ്റ് ലഭിച്ചത് ഏവരെയും അത്ഭുതപ്പെടുത്തി. LDFനാണ് കനത്ത തിരിച്ചടി നേരിട്ടത്. 19 സീറ്റുണ്ടായിരുന്ന LDFന്റെ നില 15ലേക്ക് ചുരുങ്ങി. CPIക്കാണ് കനത്ത നഷ്ടം. അവരുടെ 2 സിറ്റിംഗ് സീറ്റുകളും തോറ്റു. വൻ വിജയത്തിനിടയിലും 4 സിറ്റിംഗ് സീറ്റുകൾ UDFനും നഷ്ടമായി. 2 BJPയും ഓരോന്ന് വീതം SDPIയും CPMും നേടി. അതുകൂടി ലഭിച്ചിരുന്നുവെങ്കിൽ UDF അവകാശപ്പെട്ടിരുന്ന 40 സീറ്റിൽ എത്തുമായിരുന്നു. തുളിച്ചേരി, ടെമ്പിൾ, മേലെചൊവ്വ, അറക്കൽ ഡിവിഷനുകളാണ് UDFന് നഷ്ടമായത്. താളിക്കാവ്, കൊറ്റാളി, ആദികടലായി, എടച്ചൊവ്വ സീറ്റുകൾ LDFൽ നിന്ന് പിടിച്ചെടുക്കാനും UDFന് കഴിഞ്ഞു. ഇതാണ് വിജയത്തിന്റെ മാറ്റുകൂട്ടിയത്. PK രാഗേഷിന്റെ പതനമാണ് UDF ഏറ്റവും ആഘോഷിച്ചത്. ഗാന്ധി ജയിച്ചു, ഗോഡ്സെ തോറ്റു എന്ന പോസ്റ്റർ ഉയർത്തിയാണ് ഉമേഷ് കണിയാങ്കണ്ടിയുടെ വിജയം UDF ആഘോഷിച്ചത്. തെരഞ്ഞെടുപ്പിൽ LDFനൊപ്പം കനത്ത തിരിച്ചടിയേറ്റത് PK രാഗേഷിനു കൂടിയാണ്. ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന ബാനറിൽ 12 സ്ഥാനാർത്ഥികളെയാണ് PK രാഗേഷ് ഇറക്കിയത്. രാഗേഷ് ഉൾപ്പെടെ എല്ലാവരും തോറ്റു. CPMന്റെ നുണപ്രചരണത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഫലം എന്ന് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് TO മോഹനൻ. 5 വർഷക്കാലത്തെ ഭരണം, അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണം, കണ്ണൂരിലെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ടാണ്, ക്ഷേമ പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ടാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ ആ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാകും എന്ന് ബോധ്യമായ ഇടതുപക്ഷം, CPM പ്രത്യേകിച്ച്, അവർ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ വ്യാജമായ ഒരുപാട് പ്രചരണങ്ങൾ നടത്തി. ആ പ്രചരണ സമയത്ത് ഉൾപ്പെടെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, കോർപ്പറേഷൻ ഭരണസമിതി ഏതെങ്കിലും കാര്യത്തിൽ അങ്ങനെ തെറ്റായ രൂപത്തിൽ ചെയ്തെങ്കിൽ അധികാരം ഗവൺമെൻറ് അത് ഇടതുപക്ഷത്താണ്, അവർക്ക് പോലീസിനെ ഉപയോഗിക്കാം, വിജിലൻസിനെ ഉപയോഗിക്കാം, കേസെടുക്കാം. അപ്പോൾ ഇതൊന്നുമില്ലാതെ തന്നെ CPM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രചണ്ഡമായ പ്രചരണങ്ങൾ, നുണപ്രചരണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ ഒക്കെ നമ്മളതിൻ്റെ ഘോഷയാത്രയാണ് കണ്ടത്. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, ജനങ്ങൾ ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. വമ്പൻ വിജയം ആഘോഷമാക്കുകയാണ് UDF. കണ്ണൂരിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്ന നിരവധി ആഹ്ലാദ പ്രകടനങ്ങളും നടന്നു. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.